എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതം ഓൺലൈനിലേക്ക് സ്വാഗതം. ഫലസ്തീനുമായി ബന്ധപ്പെട്ട വാർത്തകൾ സുപ്രഭാതം ഓൺലൈൻ വളരെ കൃത്യമായി പഠിച്ച് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെയും അതുപോലെ തന്നെ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി ഒക്ടോബർ 7-ന് ഹമാസിൻ്റെ മുന്നേറ്റം ഉണ്ടാവുകയും അതിനുശേഷം ഇസ്രായേലിൻ്റെ ഫലസ്തീൻ അധിനിവേശം പ്രത്യാക്രമണം ക്രൂരമായ രീതിയിൽ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി ഫലസ്തീൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ സ്റ്റാൻഡ് എവിടെയാണ് എന്നും എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചും കൃത്യമായി ധാരണകൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് തുടരുകയും ചെയ്യും എന്നത് ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇപ്പോഴും നമ്മൾ ഫലസ്തീൻ്റെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെയധികം പേടിയോടു കൂടിയാണ് നമ്മൾ ഈ വാർത്ത പറയാൻ പോകുന്നത്. കാരണം ഇന്ന് ഫലസ്തീനിലെ ഗാസയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇസ്രയേൽ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഈ ഏത് പ്രദേശത്താണോ ഉള്ളത് ആ പ്രദേശത്ത് നിന്ന് മാറി നിങ്ങൾ ഏതെങ്കിലും പ്രദേശത്തേക്ക് പോയിക്കൊള്ളണം എന്നാണ് നിർദ്ദേശങ്ങളൊക്കെ ഉള്ളത്. ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ കൂടുതൽ ശക്തിയോടുകൂടി ആ പാവപ്പെട്ട ജനതയെ ആക്രമിക്കാൻ വീണ്ടും മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആളുകളും നമ്മുടെ വാർത്തകൾ നൽകുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലും പേഴ്സണലായി ഞങ്ങൾക്കൊക്കെയും ചോദിക്കാറുണ്ട്, എന്താണ് സോഴ്സ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടുന്നത് എന്നൊക്കെ. അവർ കൃത്യമായി നമ്മുടെ സോഴ്സുകളിൽ നിന്നല്ലാത്ത ഒരു വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് ഭാവനകളിൽ മെനയുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലാ കഥകളോ ഏതെങ്കിലും പൊലിപ്പിക്കലുകളോ എണ്ണത്തിലുള്ള വർധനവോ ഒന്നും തന്നെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ നൽകി വന്നിട്ടില്ല, നൽകുകയുമില്ല എന്ന ഉറപ്പ് നമ്മൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നത്. ഫലസ്തീനിൽ കൂടുതൽ ക്രൂരമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രയേൽ എന്ന സൂചനയാണ്. എല്ലാവരോടും ഗസ വിടാനുള്ള ഭീഷണിയാണ് ഇസ്രായേൽ സൈന്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസ സിറ്റിയിലെ UN കേന്ദ്രം ബോംബിട്ട് തകർത്തതിന് പിന്നാലെയാണ് ഇസ്രയേലിൻ്റെ ഈ ഭീഷണി എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ദാറുൽ ബലാഹിലെയും അസ്തവൈറ്റിലെയും ക്യാമ്പുകളിലേക്ക് സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ സുരക്ഷിതമായ ഇടനാഴികൾ തുറന്നിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. താരിഖ് ബിൻ സിയാദ്, ഉമർ മുഖ്താർ എന്നീ തെരുവുകളും പടിഞ്ഞാറ് അൽ റാഷിദ്, അൽ ബഹർ സ്ട്രീറ്റിലേക്കും അവിടെ നിന്ന് തെക്കോട്ടേക്കും കടക്കുവാനുള്ള സുരക്ഷിത ഇടനാഴികൾ ഉണ്ടെന്ന് ഇസ്രായേൽ വിതരണം ചെയ്ത ലഘുലേഖകളിൽ പറയുകയാണ്. എന്നാൽ സുരക്ഷിത പ്രദേശം എന്ന് അവകാശപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ നേരത്തെയും പലതവണ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മിസൈൽ വർഷമുണ്ടായ ഖാൻ യൂനിസിൽ നിന്ന് കുട്ടപ്പലായനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നത് നമ്മൾ എടുത്ത് വായിക്കേണ്ടതുണ്ട്. എന്നാൽ ഗസയിൽ എവിടെയും സുരക്ഷിതം ആയ ഒരു ഇടം ഇല്ലാത്തതിനാൽ തങ്ങൾ എവിടേക്ക് പോകും എന്നാണ് ഫലസ്തീനികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഫലസ്തീനിൻ്റെ ഒരു ഭാഗം ആക്രമിക്കുമ്പോൾ അവർ പിന്നീട് റഫയിലേക്ക് പോകണമെന്ന് ആദ്യത്തെ ഇസ്രായേലിൻ്റെ ആജ്ഞാനം ഉണ്ടാകുന്നു. പിന്നീട് റഫ ആക്രമിക്കുന്നു. ഇങ്ങനെ ഈ ഒരു ജനതയെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഖാൻ യൂനിസിൽ കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചു വരികയായിരുന്ന 4 സ്കൂളുകൾ ഇവർ സയനിസ്റ്റ് ഭീകരർ ബോംബിട്ട് തകർക്കുന്നുണ്ട്. മധ്യ ഗസയിൽ ചൊവ്വാഴ്ച രാത്രിയിൽ ഉടനീളം നടത്തിയ ആക്രമണത്തിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 8 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ബോംബ് വർഷം ഉണ്ടാകുന്നത്. ഡസനിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മധ്യ റഫയിലെ ഇബ്ന ഷബുറ അഭയാർത്ഥി ക്യാമ്പുകളെയും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ റഫയിലെ തന്നെ തലാലുൽ സുൽത്താൻ പ്രദേശത്തും മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഖാൻ യൂനിസിലുണ്ടായ അഗ്നിബാധയിൽ 3 പേരും മരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 52 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ നമ്മൾ ഈ വാർത്തയ്ക്ക് ഈ വിവരം പങ്കുവെച്ചതിന് ശേഷമുള്ള ഓരോ മിനിറ്റുകളിലും എവിടെ എത്ര പേർ കൊല്ലപ്പെടുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. 208 പേർക്ക് നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7-ന് തുടങ്ങിയ ആക്രമണം 278 ദിവസം പിന്നിട്ടതോടെ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 38,295 ആണ്. 88,241 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ ആകെ 22 ലക്ഷം ജനതയാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളുകൾ ബോംബിട്ട് തകർത്ത ഇസ്രായേൽ നടപടി അപലപനീയമാണെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നുമാണ് ഫ്രാൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അധിനിവേശ ഗോലാൻ കുന്നുകളിൽ കഴിഞ്ഞ ദിവസവും സയനിസ്റ്റ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയും ഇതോടൊപ്പം പുറത്തു വരികയാണ്.
ബക്കാത്ത് താഴ്വര ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ നടപടി. ഡസൻ കറ്റ്യൂഷ മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം ദോഹയിൽ എത്തി എന്നുള്ളതും ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. ഈ ദോഹയിലെ ഖത്തറിലെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ സംഘം എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മൊസാദിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചർച്ചയ്ക്ക് ഫലം ഉണ്ടാകട്ടെ എന്നതാണ്. കാരണം ഒരു യുദ്ധമുഖത്തൊരു ചർച്ച നടത്താൻ ഒരു രാഷ്ട്രത്തെ പ്രേരിപ്പിക്കുക എന്നതിൻ്റെ എഫേർട്ട് എത്രമാത്രമാണ് എന്ന് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്. ആ നിലയിൽ ഖത്തർ ഒരു പ്രതീക്ഷയാണ്. ഖത്തറിൻ്റെ ആ ഒരു ഇടപെടൽ എത്രയും പെട്ടെന്ന് വിജയം കണ്ട് ആ ജനതയ്ക്ക് ഒരു ദിവസം വെടിയും പുകയുമില്ലാത്ത ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്ക് കഴിയുന്നത്. ആ രീതിയിലാണ് ഫലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നതാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശ പങ്കുവെക്കാം. ഇസ്രായേൽ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് പൊയ്ക്കൊള്ളണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവിടെ ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ചിരിച്ചിരുന്ന ഫലസ്തീനിലെ യുവാക്കൾ, കുട്ടികൾ, വൃദ്ധരായ ആളുകൾ, ഇവരൊക്കെ അടുത്ത ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്തൊരു 24 മണിക്കൂറിൽ അവർ എവിടെയായിരിക്കും ജീവിക്കുക എന്നും അവരേത് അവസ്ഥയിലായിരിക്കും ജീവിക്കുക എന്നും ഇനി ജീവിക്കാൻ പോലും അവർക്ക് അവകാശമുണ്ടോ എന്നുമൊക്കെ നമ്മളിപ്പോൾ സംശയിക്കുകയും നമുക്കത് വലിയ ഒരു ആശങ്ക നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നത് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കാണേണ്ട ഒന്നാണ്. ഏതായിരുന്നാലും ആ ജനതയ്ക്കൊരു നിത്യ സമാശ്വാസം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. ആ തരത്തിലേക്ക് ഖത്തറിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ, ആ തരത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ കണ്ണു തുറക്കട്ടെ. ഇന്ന് ഫ്രാൻസ് സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ നെടുക്കം രേഖപ്പെടുത്തി ഇസ്രായേലിനോട് പ്രതിഷേധം അറിയിച്ചു എന്ന വാർത്ത അത് സന്തോഷമുളവാക്കുന്നതാണ്. കാരണം ഫ്രാൻസിലൊക്കെ ഒരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്നു. ഫ്രാൻസിൻ്റെയൊക്കെ മുഖഛായ അല്ലെങ്കിൽ നിലപാടുകൾ ഇതിനനുസരിച്ച് മാറുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒന്നാണ്. ഏതായിരുന്നാലും അത്തരത്തിലുള്ള സൂചകമായ ഒരു പ്രതീക്ഷകളുടെ മുഖത്തേക്ക് ലോകത്തിൻ്റെ സമാധാനം കടന്നു വരട്ടെ, ചിന്തകളും കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.